അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഏവർക്കും എൻ്റെ വ്ളോഗിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ആദ്യമായി വീഡിയോ കാണുന്നവർ തുടർന്നും വീഡിയോ ലഭിക്കാൻ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ അമർത്തുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യുക. ഞാൻ ഇന്ന് പറയുന്നത് സാജിദ സാജി എന്ന് പറയുന്ന ഒരു ഫാമിലി വ്ളോഗറെ കുറിച്ച് തന്നെയാണ്. പറഞ്ഞാൽ ഇഷ്ടം പോലെ ഉണ്ടല്ലോ. കാരണം നമ്മളൊക്കെ പണ്ടൊക്കെ പറയുന്നത് പോലെ മരങ്ങൾ മുഴുവനും കലമുകളാക്കി പെന്നുകളാക്കി ബഹറിലെ വെള്ളം മുഴുവനും മഷിയാക്കി എഴുതിയാൽ പോലും തീരാത്ത അത്രമാത്രം എഴുതാനും പറയാനുമുണ്ട് യഥാർത്ഥത്തിൽ ഈ സാജിദ സാജിയുടെ വിശേഷങ്ങൾ. കഴിഞ്ഞ ദിവസങ്ങളായി ഏറെ വ്ളോഗർമാർ റീച്ചുണ്ടാക്കിയിട്ടുള്ള ഒരു പ്രത്യേക വ്ളോഗായിരുന്നു യഥാർത്ഥത്തിൽ ഈ സാജിയെ പറ്റി. അത് ഉണ്ടാക്കാറുണ്ട്. അവർക്ക് പൈസ കിട്ടുന്നതിലൊന്നും നമ്മൾ അസൂയപ്പെട്ടിട്ട് കാര്യമില്ല. അത് ചിലതിനൊക്കെ റെക്കമെൻഡേഷൻ കിട്ടും, യൂട്യൂബ് കൊടുക്കും, അതൊന്നും നമുക്ക് അറിഞ്ഞുകൂടാ. എന്ത് തന്നെയായാലും ഒട്ടനേകം യൂട്യൂബർമാരും, അത് പ്രമുഖ യൂട്യൂബർമാരായാലും വളരെ പ്രമുഖരല്ലാത്ത യൂട്യൂബർമാരായാലും യഥാർത്ഥത്തിൽ ഇവളെ സംബന്ധിച്ച് വ്ളോഗുകൾ ചെയ്തിട്ടുണ്ട്. രണ്ടു കാരണങ്ങളാണ് അതിന് എടുത്തു പറയേണ്ടത്. ഒന്ന്, ഇവളോട് വ്യക്തമായും സ്നേഹവും ആത്മാർത്ഥതയും സഹകരണവും വെച്ച് പുലർത്തിയിരുന്നു മിക്ക യൂട്യൂബർമാരും. ആ യൂട്യൂബർമാർക്കിട്ട് പള്ളക്ക് പണി കൊടുത്തുകൊള്ളു. എന്താ കാരണം? എല്ലാ യൂട്യൂബർമാരും എൻ്റെ കണ്ടന്റാണ് എടുക്കുന്നത്. സാജിദ എന്തു പറയുന്നു എന്ന് കാത്തിരിക്കുകയാണ് എല്ലാ വ്ളോഗർമാരും. എന്താണ് പെൺകുട്ടി, നിനക്ക് ഇത്ര ബുദ്ധിയില്ലാതായോ? ഇവിടുത്തെ വ്ളോഗർമാർ എന്ന് പറഞ്ഞാൽ അത്ര വിഡ്ഢികളൊന്നുമല്ല. അവർ കാര്യങ്ങളെ അവതരിപ്പിക്കുവാനും അത് മനസ്സിലാക്കുവാനും ചെയ്യുവാനും ഒക്കെ വളരെ പ്രാപ്തരായ വ്ളോഗർമാർ ധാരാളമുണ്ട്. അതോടൊപ്പം തന്നെ വേണ്ടത്ര കഴിവില്ലാത്തവരുമുണ്ട്. പക്ഷേ വ്ളോഗർമാർ സ്വാഭാവികമായിട്ടും കാര്യങ്ങൾ പറയും. നീ ഒരു കാര്യം ടെലികാസ്റ്റ് ചെയ്ത് കാണിക്കുമ്പോൾ, അഥവാ ലോകം മുഴുവൻ നീ എത്തിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും റിയാക്ഷൻ വ്ളോഗുകൾ വരും. അത് വരണം. ലോകത്തുള്ള ഒരു അടിസ്ഥാന സത്യമാണത്. നമ്മുടെ ഭരണകൂടത്തിനെതിരെ തീർച്ചയായിട്ടും നമ്മൾ എന്തുകൊണ്ടാണ് പ്രതികരിക്കുന്നത്? കാരണം അത് ജനങ്ങൾക്ക് അത്രമാത്രം ഉപദ്രവകരമായി തീരുമ്പോൾ, ഇപ്പം വൈദ്യുതി ബില്ലിൻ്റെ പ്രശ്നം വന്നു. ഇടതുപക്ഷ ഗവൺമെൻറ് ജനവിരുദ്ധമായ നയങ്ങളുമായി വന്നപ്പോൾ ആ ഭരണകൂടത്തിനെതിരെ പന്തം കൊടുത്തി വ്യാപകമായിട്ട് വ്യാപാരികളും കർഷകരും മറ്റുള്ള എല്ലാവരും സമരത്തിലാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും പ്രവർത്തനം മോശമായി വന്നാൽ അത് തിരുത്തുന്നതിന് വേണ്ടി റിയാക്ഷൻ വർത്തമാനങ്ങൾ വരും, റിയാക്ഷൻ നടപടികൾ വരും. അത് സ്വാഭാവികമാണ്. അതില്ല എങ്കിൽ ഈ ലോകം തന്നെ ഇല്ല. പ്രവാചകനായ അഷ്റഫുൽ ഖൽക്കിന് ശേഷം രണ്ടാം ഖലീഫയായി ആദ്യം വന്ന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിനു ശേഷം വന്ന ഉമർ റളിയല്ലാഹു അൻഹു ചോദിക്കുന്നുണ്ട്, അള്ളാഹുവിനും റസൂലിനുമെതിരെ ഞാൻ എന്തെങ്കിലും ചെയ്താൽ, അഥവാ ഞാൻ ഈ രാജ്യത്ത് തോന്നിവാസങ്ങളോ മറ്റു തമ്മാടിത്തങ്ങളോ ചെയ്താൽ, അഥവാ ദൈവികമായ വിരുദ്ധ പ്രവർത്തികളിൽ ഏർപ്പെട്ടാൽ നിങ്ങൾ എന്തു ചെയ്യും? ആലോചിച്ച് നോക്കി. ചെറുപ്പക്കാരൻ എടുത്തു പറഞ്ഞു, നിങ്ങളുടെ ഇതിവിടെ ശരിയാക്കുന്നത്, തല ശരിയാക്കുന്നു പറഞ്ഞു. അപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു പ്രതികരിച്ചത് എന്താ? ഇത്തരത്തിലുള്ള ചെറുപ്പക്കാരെ കൊണ്ടാണ് ഈ മതത്തിന്റെ ഏറ്റവും പ്രശസ്തി വാനോളം ഉയരുന്നത് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അയാളെ പിടിച്ച് കൂട്ടിയിട്ടല്ല ചെയ്തത്. ഇന്നത്തെ രാജാക്കളും മറ്റു പ്രവർത്തികളും ചെയ്യുന്നത് പോലെ സിറിയയിലൊക്കെ സംഭവിക്കുന്ന ബഷാറുൽ അസദൊക്കെ തനിക്കെതിരെ തൻ്റെ ഓട്ടപ്പന്തയം നടത്തിയിട്ട് തോറ്റ ആളെപ്പോലും ജയിലിൽ ഇട്ടിരിക്കുന്നു വിചാരണ കൂടാതെ. ആര്? മഹാനായ അംറു ഇബ്നുൽ ആസ് എന്ന് പറയുന്ന പ്രവാചക കാലഘട്ടത്തിൻ്റെ ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ ഗവർണറായി ഈജിപ്തിലുണ്ടായിരുന്ന അംറു ഇബ്നുൽ ആസിയുടെ മകനും ഒരു ജൂതനും ഓട്ടപ്പന്തയം നടത്തിയപ്പോൾ ആ പന്തയത്തിൽ ജൂതൻ വിജയിച്ചു എന്ന കാരണത്താൽ അംറു ഇബ്നുൽ ആസിയുടെ മകൻ തോറ്റു എന്ന കാരണത്താൽ അംറു ഇബ്നുൽ ആസി മകൻ്റെ നിർദ്ദേശപ്രകാരം ആ ജൂതനെ പിടിച്ച് തടവിലിട്ടതിന് കർശനമായിട്ട് അംറു ഇബ്നുൽ ആസിയോട് നിലപാടെടുത്തു. ആലോചിച്ച് നോക്ക്. അപ്പോൾ റിയാക്ഷൻ ഉണ്ടാവണം. അതായത് നിങ്ങളുടെ പ്രവർത്തനം സമൂഹത്തെ നിലക്ക് നിർത്തുന്നത്, നേരെ നിർത്തുന്നത്. ആസിബു കബലാൻ തുഹാസിബു, നിങ്ങൾ എപ്പോഴും വിചാരണ ചെയ്യപ്പെടണം. അഥവാ തമ്മാടിത്തത്തിനെതിരെ, അന്യായത്തിനെതിരെ, ഏകാധിപത്യത്തിനെതിരെ, അധർമ്മത്തിനെതിരെ. അപ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും അത്തരത്തിലുള്ള വ്ളോഗുകൾ നമ്മുടെ ഇബാദത്താണ്. കൗലം മാറൂഫ ഖൈറും മിൻ സദഖ. അതാണ് ഖൈറും മിൻ സദഖ. നീതിപൂർവമുള്ള ഒരു പറ്റത്ത് പറയുമ്പോഴാണ് പാൾട്ട്. നീതിയോട് മർദ്ദിത പറ്റത്ത്, നീതിയുടെ പറ്റത്ത്, സത്യത്തിൻ്റെ പറ്റത്ത്. അതുകൊണ്ടാണ് നമ്മൾ എന്തു പറയുന്നത്? ഈ പറയുന്ന സാജിദ എന്ന് പറയുന്ന ഈ മർദ്ദിതയായിരുന്ന കാലത്ത് ഈ പെൺകുട്ടിയെ എല്ലാവരും വ്ളോഗിലൂടെയും മറ്റു പലതിലൂടെയും സഹകരിച്ചു. ഇന്ന് അവരുടെ സ്വഭാവം, അഥവാ നമ്മളൊക്കെ പറയുന്നത് പോലെ, അഥവാ ഒട്ടക്കിണറ്റിലേക്ക് പോകുന്ന ഒരു സാജിദയെയാണ് നമ്മൾ ഇന്ന് കാണുന്നത്. അതോടുകൂടെ അവൾക്ക് യൂട്യൂബ് വരുമാനമായി, തോന്നിവാസം പറയാനുള്ള ധൈര്യമായി, പണമായി, നാട്ടുകാരെയും കുടുംബത്തെയും എല്ലാവരെയും പള്ളി കമ്മിറ്റിയെയും എല്ലാവരെയും ഇങ്ങനെ വെറുപ്പിക്കുക.
ആലോചിച്ച് നോക്കുക. അപ്പോൾ സ്വാഭാവികമായിട്ടും ആളുകൾ എല്ലാവരും നമ്മളൊക്കെ ഉണ്ടല്ലോ, എത്ര മോശപ്പെട്ട ഒരാളും ആരെങ്കിലും നമ്മുടെ പറ്റത്ത് പറയുന്നവരുണ്ടാകും. സംഗതി എന്ത് തന്നെ ആയാലും ഈ കൊച്ചുങ്ങളോട് അനാഥരായ എത്തീമക്കളാണ് അവർ രണ്ടാളേറ്റ അനാഥാലയത്തിലാണ് ചേർത്തിരുന്നത്. അതോടൊപ്പം തന്നെ ആ പെൺകുട്ടി വ്ളോഗ് ചെയ്തിരുന്നത്, അതൊക്കെ ആളുകൾ റീച്ച് കൊടുത്തത് ആ ദുർബലതയും മർദ്ദിത വേഷവും കണ്ടിട്ടാണ്. അവരുടെ പിന്നാമ്പുറ കഥകളാണ് ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. കേരളത്തെ മാത്രമല്ല, ലോകത്തെ മാത്രമല്ല, മുഴുവൻ സമൂഹങ്ങളെയും ലജ്ജിപ്പിക്കുന്ന ഓരോ വാക്കുകളാണ് ഈ സാജിദയിൽ നിന്ന് അനുദിനമുണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ലിവിൻ ടുഗദറിനെ കുറിച്ച് എന്താണ് ഇപ്പം നിങ്ങളോട് പറയാൻ? നോക്കണം, ഭർത്താവിൻ്റെ പേര് വെളിപ്പെടുത്തുന്നില്ല. ഒരു കറി വെച്ചത് കഴിച്ചാൽ 4 വട്ടം വ്ളോഗ് ചെയ്യുന്ന സാജിദ ഭർത്താവിൻ്റെ വിവരം മറച്ചു വെക്കുന്നു. നോക്കണം, ഏത് പള്ളിയിൽ നിന്ന് വെച്ചു എന്ന് വെറുതെയെങ്കിലും പറയുന്നു. അവൻ്റെ പേര് പറയുന്നില്ല, അവൻ്റെ തറവാട് പറയുന്നില്ല, ഒന്നും പറയുന്നില്ല. എവിടെ നിന്നാണ് നിക്കാഹ് നടന്നത് എന്ന് പറയുന്നില്ല. മറിച്ച് ഒക്കെ ഒളിച്ചു വെക്കുക. അതൊക്കെ വെറും നാടകങ്ങളാണ്. ഞാൻ ഇതിനെക്കുറിച്ച് നിഷ്പക്ഷമായിട്ട് ഒരു വ്ളോഗ്, എനിക്ക് കിട്ടുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ഏകോപിപ്പിച്ചുകൊണ്ട് ഞാനൊരു വ്ളോഗ് ചെയ്തിരുന്നു. ആ വ്ളോഗിൽ ഞാൻ പറഞ്ഞിരുന്നു, ഇപ്പോഴും ഇവൾ പറയുന്നത് നുണയാണ്, കള്ളത്തരമാണ്. എന്തുകൊണ്ടെന്നാൽ അവൾക്ക് അത്തരത്തിലുള്ള ഒരു ഭർത്താവില്ല. കാരണം ഏത് മഹലിലും അങ്ങനെ മറ്റൊരു മഹലിൽ നിന്ന് കത്ത് കിട്ടിയെങ്കിൽ മാത്രമേ അത് ചെയ്യൂ. അതിൻ്റെ ആവശ്യവുമില്ലല്ലോ. അപ്പം അങ്ങനെ ഒരു അന്യപുരുഷനുമായിട്ടുള്ള വിവാഹം നടന്നിട്ടില്ല. അതിനെ ന്യായീകരിക്കുകയാണ് അവൾ. നിങ്ങൾ കണ്ടില്ലേ എന്ത് ലിവിൻ ടുഗദറൊക്കെ ഇല്ലേ ലോകത്ത്? ഇഷ്ടമുള്ള കാലത്ത് ഇഷ്ടമുള്ള കരാറിൻ്റെ അടിസ്ഥാനത്തിൽ കുറച്ച് കഴിഞ്ഞു കൂടണം. അത് കഴിഞ്ഞാൽ വേറെ നോക്കണം. ആൻറ്റിമാരെയാണ് ഇപ്പോൾ ഇവർക്ക് ഈ ചെക്കന്മാർക്ക് ഇഷ്ടം ആൻറ്റിമാരെയാണ്. അതുകൊണ്ട് അവർക്ക് ഇഷ്ടമുള്ള കുറച്ച് കാലത്ത് ജീവിക്കട്ടെ. മാത്രമല്ല എനിക്കറിയാം, അവനും അറിയാം. എന്തറിയാം? 5 മക്കളുള്ള എന്നെ സ്വീകരിക്കുന്നതിൽ അവൻ്റെ ആളുകൾക്ക് ഇഷ്ടമല്ല. അത് സ്വാഭാവികമായിട്ടും ഇഷ്ടമുണ്ടാകുമോ? 33 വയസ്സുകാരിയെ 26കാരൻ വിവാഹം ചെയ്യുമ്പോൾ ഒട്ടനേകം പ്രതീക്ഷകളും പ്രത്യാശകളുമായി മുന്നോട്ട് പോയിരുന്ന ഈ പറയുന്ന ചെറുക്കൻ്റെ മാതാപിതാക്കൾ ഇവരുടെ മാതാപിതാക്കളും കുടുംബങ്ങളും പോലെ ആവണമെന്നില്ലല്ലോ. അവർ കയ്യോ കാലോ വളർന്ന് തങ്ങളുടെ മകൻ ഒരു വിവാഹം ചെയ്തു കാണണം എന്ന് ആഗ്രഹിക്കുന്നവരാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും 5 കുട്ടികളുള്ള ഒരു പെണ്ണിനെ ഞാൻ വിവാഹം ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അവരത് ഇഷ്ടപ്പെടുകയില്ല. മാത്രമല്ല, എന്തിൻ്റെ അടിസ്ഥാനത്തിൽ? ഒരു സൗന്ദര്യം, അത്ര ഒരു സൗന്ദര്യവർദ്ധകയൊന്നുമുള്ള സ്ത്രീയല്ല. സൗന്ദര്യ ഉപകരണങ്ങൾ ഉപയോഗിച്ച്, വസ്തുക്കൾ ഉപയോഗിച്ച് സൗന്ദര്യമാക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. മാത്രമല്ല, 26കാരനായ നല്ല ചുറുചുറുക്കുള്ള ചക്ക, ഈ 5 പ്രസവിച്ച തന്നേക്കാൾ 5-8 വയസ്സ് പ്രായമുള്ള, ഇതിനൊക്കെ റസൂലിൻ്റെ ഉപമ പറഞ്ഞു കൊടുക്കുക ചില കമൻറ്റോളികൾ. അതാണ് എനിക്ക് വലിയ വിഷമം. കണ്ടില്ലേ, ആ നബി ഖദീജ ബീവിക്ക് 40 ഉണ്ടാകുമ്പോഴല്ലേ റസൂൽ 25 വയസ്സുകാരിയാവുമ്പോൾ 25 വയസ്സുകാരനാകുമ്പോൾ കല്യാണം കഴിച്ചത്. ആ ഒറ്റ മാതൃകയാണ് ഇപ്പോൾ TT ഫാമിലിക്ക് ആളുകൾ അനുവദിച്ചു കൊടുക്കുന്നത്. അങ്ങേയറ്റം കുത്തഴിഞ്ഞ് ആടിക്കൊണ്ടിരിക്കുകയാണ് അവർ ഈ ഇതിൽ സോഷ്യൽ മീഡിയയിൽ മുഴുവൻ. അത് പോട്ടെ, പക്ഷേ അവർ സമൂഹത്തിൽ ഇത്ര വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കുന്നില്ല. അവർ ആ വിവാഹം അങ്ങനെ നടന്നെങ്കിലും അത് അതിൻ്റെതായ രീതിയിലാണ് പോണത്. ഇവളെ സംബന്ധിച്ച് ഇവൾ സമൂഹത്തെ മുഴുവൻ വെല്ലുവിളിക്കുന്നു. അതാണ് ഞാൻ പറഞ്ഞു വന്നത്. ഇവൾക്ക് എന്താണ് കിട്ടിയിട്ടുള്ളത് അത് പരിശോധിക്കപ്പെടേണ്ടതുണ്ട്. ഇങ്ങനെ സംഗതി എന്തു തന്നെയായാലും മറ നീക്കി പുറത്തു വന്നാൽ, അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞു, മായിസുവിന് മാലിക്കുന്ന ഷഹാബിയോട് റസൂലുള്ള പറഞ്ഞതാണ് വ്യഭിചാരം. വ്യഭിചാരിച്ചു എന്ന് പറഞ്ഞ മായിസിനോട് റസൂലുള്ള പറഞ്ഞു, അതൊരു മറയിലല്ല മായിസേ. അപ്പം മറ നീക്കി പുറത്തു വന്നപ്പോൾ റസൂലുള്ള പറഞ്ഞു, ഇപ്പോൾ ഇത് മറ നീക്കി, ഇനി ഇതിന് ശിക്ഷ വേണം. അങ്ങനെയാണ് മായിസിനെ എറിഞ്ഞു കൊല്ലാൻ കാരുണ്യവാനായ റബ്ബിൻ്റെ ഏറ്റവും കാരുണ്യവാനായ അഷ്റഫുൽ ഖൽഖ് ഉത്തരവിട്ടത്. അങ്ങനെ അയാളെ എറിഞ്ഞു കൊന്നു. നോക്കണം. അപ്പോൾ എന്ന് പറഞ്ഞാൽ ഒരു കാര്യം മറ നീക്കി പുറത്തു വന്നാൽ സ്വാഭാവികമായിട്ടും അതിന് നടപടികൾ സ്വീകരിക്കേണ്ടതുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഈ പണ്ഡിതന്മാരെയും പറയുന്നത്, സഫ്വാൻ സഖാഫിയെയും നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം തന്നെ അത് മറ നീക്കി പുറത്തു വന്നതുകൊണ്ടാണ് സമൂഹത്തിൻ്റെ നന്മയും ഗുണവും നസീയത്തും മാത്രം പ്രതീക്ഷിച്ചുകൊണ്ടാണ് നമ്മൾ ഓരോ വ്ളോഗ് ചെയ്യുന്നത്. അതിന് റീച്ച് ഉണ്ടാവാതിരിക്കുക ഇതൊന്നും വിഷയമല്ല. നമുക്ക് കഴിയുന്ന കാലഘട്ടത്തിലൊക്കെ ഈ നീതിക്ക് വേണ്ടി, ഈ ന്യായത്തിന് വേണ്ടി, സത്യത്തിന് വേണ്ടി കൂടെ നിന്ന് പൊരുതുക എന്നത് ഒരു വിശ്വാസിയുടെ ബാധ്യതയാണെന്ന് മനസ്സിലാക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഇനിയും നല്ല നല്ല വീഡിയോകളുമായി നിങ്ങളെ കണ്ടുമുട്ടുന്നത് വരെ നിങ്ങൾക്ക് നന്ദി.